ഹലോ, എൻ്റെ പേര് ഉഷ. Good morning, Usha. Welcome to English class 24/7. East or West, English is the best, and I will teach you the rest. This is Prajosh with you. How can I help you? And I will teach you the rest. This is Prajosh with you. How can I help you? മോനെ, എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണ് നീ തെറ്റില്ലാത്ത പൈസ എടുത്തിട്ട് മോൻ്റെ ക്ലാസ്സിന് ചേർക്കുന്നത്. ഇംഗ്ലീഷ് അറിയുന്നുണ്ടെങ്കിലല്ല നീ പറഞ്ഞതിന് ഞാനിപ്പോൾ 10 പറഞ്ഞിട്ടുണ്ടാവും. ഉഷേശി, പറയൂ, എന്താണ് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരാൻ കാരണം? എൻ്റെ വകയിൽ ഏച്ചിൻ്റെ മോളെ പ്രസവം എടുക്കാൻ ഞാനിന്ന് ദുബായിൽ വന്നതാണ്. എനിക്കെൻ്റെ സ്വന്തം മോളെ പോലെയാന്നോള്. ഓളെ പ്രസവം ഞാൻ നല്ലോണം എടുത്താലുണ്ടല്ല, എനിക്കെൻ്റെ വകയിലെ ഒരു ഏച്ചീൻ്റെ മോളുണ്ട് അങ്ങ് സിംഗപ്പൂരിൽ. ഓളെ പ്രസവം എടുക്കാൻ എനിക്ക് സിംഗപ്പൂരിലും പോകണം. ഓ, ഐ ഗോട്ട് ഇറ്റ്. അതായത് ഹോസ്പിറ്റൽസിലൊക്കെ പോയി സംസാരിക്കാൻ, നെയ്ബർഹുഡിലൊക്കെ സംസാരിക്കാൻ ഇംഗ്ലീഷ് ഒരു അല്പം കൂടെ സ്ട്രോങ് ആകണം എന്ന് തോന്നിയല്ലേ? അതെ. ഓക്കെ, നമുക്ക് ശരിയാക്കാം. ഉഷേച്ചിക്ക് ഇംഗ്ലീഷിൽ അറിയാവുന്ന എന്തെങ്കിലും 2 ചോദ്യം, എന്തും ആയിക്കോട്ടെ, തെറ്റിയാലും കുഴപ്പമില്ല, ചോദിക്കും. നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും അറിയില്ല. ഓക്കെ. എന്നാൽ ഉഷേച്ചി ഇങ്ങനെ ചെയ്യും. ഉഷേച്ചിക്ക് ആരോടെങ്കിലും പറയാനുള്ള ചില കാര്യങ്ങൾ കൺവേ ചെയ്യാനുള്ള ചില ചോദ്യങ്ങൾ, ചില സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നോട് മലയാളത്തിൽ പറയും. നമുക്കത് ഇംഗ്ലീഷിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഡെവലപ്പ് ചെയ്യാം. അതുവഴി നമുക്ക് ഗ്രാമർ കറക്റ്റ് ചെയ്തിട്ട് എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ മോനെ, ഇതൊന്നും ഇംഗ്ലീഷിലേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണേ. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ ഇഫ് യു വോണ്ട് ടു സേ സംതിങ് സേ ഇറ്റ് ഓൺ മൈ ഫേസ് എന്ന് പറയാം. മോനെ, അടുത്തത് നിന്റെ നുടിച്ചൽ നിർത്തണമായിരുന്നു. നിന്റെ അമ്മ കയ്യെ കാലെ പിടിച്ചോണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെ എനിക്ക് ഭ്രാന്തല്ലേ നിന്റെ പേരെടുക്കാൻ വരായിട്ട്. നുടിച്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ നുടിച്ചൽ നിർത്തണേ. സ്റ്റോപ്പ് ബ്ലാബറിങ്. അടുത്തത് ഐ ആം ഹിയർ ബിക്കോസ് യുവർ മദർ റിക്വസ്റ്റഡ് മീ ടു കം ഹിയർ. I am not at all crazy to take your delivery. Okay? മോനെ, നീ ഉഗ്രനാണേ. ഉഷേച്ചി, ഇതൊക്കെ ആരോട് പറയാനാണ്? മോനെ, അത് നീ അറിയേണ്ട ആവശ്യമില്ലാന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? അതിന് പറയാം that's none of your business. മോനെ, മോൻ നേരത്തെ എന്തോ ചോദിച്ചാലോ? എന്തേലും അല്ല, ഞാൻ ചോദിച്ചത് ഇതൊക്കെ ആരോട് പറയാനാണെന്നാണ് ചോദിച്ചത്. മോനെ, അതുണ്ടല്ല, ദാറ്റ് നൺ ഓഫ് യുവർ ബിസിനസ്. അടുത്തെന്താ ചോദ്യം? നിന്റെ അലാക്കിന്റെ അവലും കഞ്ഞി എടുത്തിട്ട് പോണയായിരുന്നു. പ്രദീപ, ഈ അലാക്കിന് എന്താ ഇംഗ്ലീഷ് പറയാ? ഇംഗ്ലീഷിൽ അലാക്ക് ഇല്ലളിയാ. ചേച്ചി, ഈ അലാക്കിൻ്റെ അവിലും കഞ്ഞി എന്നുള്ളത് ഒന്ന് മാറ്റിയാലോ? കാരണം അവിലും കഞ്ഞിയും ഒക്കെയാണ്, ബീറ്റൻ റൈസ് സൂപ്പ്. പക്ഷേങ്കിൽ ഈ അലാക്കിൻ്റെ അവിലും കഞ്ഞി എന്നൊന്നും ഈ സായിപ്പന്മാർ പറയലല്ലോ. കേൾക്കുന്നതൊക്കെ കൊള്ളണമെങ്കിൽ അലാക്കിന്റെ അവലും കഞ്ഞി തന്നെ പറയണം. പിന്നെ പറയണ്ട. ചേച്ചി, അടുത്ത ചോദ്യം എന്താ? പെൺകുട്ടികളായിട്ടല്ല, കുറച്ച് മുരിമ വേണണേ. ഗർഭ ടൈമേങ്ങ് കുറച്ച് മനാരത്തിലിരിക്കെ കുരിപ്പേ. പ്രതിഭ, ഈ മുരിമ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? തെലുങ്കാന മലയാളിയാണ്. ചേച്ചി, മുരിമക്ക് എന്താ ഇംഗ്ലീഷ് പറയാ? മുരിമയാ? അറിയില്ലടാ. മുരിമ എന്താ പറയാ? മുരിമ ഇംഗ്ലീഷില് മുരിമയാ? നോ ഐഡിയ. ഉഷേച്ചി, നമുക്ക് ഈ ഒരു വാക്കും കൂടെ, ഈ ഒരു ചോദ്യം കൂടെ കുറച്ചൊന്ന് മാറ്റിയാലോ? മിരിമ എന്നൊന്നും നേറ്റീവ് സ്പീക്കേഴ്സ് അങ്ങനെ പറയാറില്ല.
അല്ലട മോനെ, ഈ സിമ്പിൾ വാക്കിന്റെ പോലും ഇംഗ്ലീഷ് അറിയില്ല എനിക്ക്. ചേച്ചി ഞാനൊരു 1 hour ബ്രേക്ക് എടുത്തിട്ട് വരാം. നമ്മുടെ സെഷൻ 1 hourന് ശേഷം കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നിക്ക് നിക്ക് നിക്ക്, ഇന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഓക്കെ പറയൂ. അധികം വിളഞ്ഞ കാരാടൻ ചാത്തൽ വണ്ണാൻ വലയിലാ കുടുങ്ങുക. ഇതെന്താ ചേച്ചി ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ലോകത്ത് വേറെ എന്തെല്ലാം ചോദ്യങ്ങളുണ്ട്? ഇങ്ങനത്തെ എല്ലാം ചോദ്യം ചോദിക്കുന്നത്? വേറെ ചോദ്യമൊന്നും കിട്ടില്ല നിങ്ങൾക്ക്? നിന്നെ ആരുടെ അവിടെ പിടിച്ചിരുത്തീനി? ഒരു മണ്ണും അറിയാത്ത പൊട്ടൻ. പെണ്ണുമ്പിള്ള വായിൽ നാക്കേണ്ടത് വെച്ച് പൂക്കൃതരം പറയുന്നത് കേട്ടോ. പൈസ തന്നിട്ടല്ലടാ ക്ലാസ്സിൽ ചേർത്തിന്, അല്ലാണ്ട് ഓസിക്കൊന്നല്ലല്ല. ഒരു മണ്ണും അറിയാത്ത പൊട്ടൻ പൊട്ടൻ പൊട്ടൻ. പോകല്ലേ അവിടുന്ന്. മനുഷ്യനെ കുറച്ചെങ്കിലും ബുദ്ധി വേണം, ബുദ്ധി. തള്ളാം എന്നാ പോവാത്തെ. മെസ്സേജ് പോകുന്നില്ല. ബ്ലോക്കാക്കി. മെസ്സേജ് പോവാത്തെ. മനുഷ്യനെ കുറച്ച് ബുദ്ധി വേണ്ട. കള്ളൻ. എളയമേ ഒന്ന് ഇങ്ങോട്ട് വരുവാ, അനക്ക് പഠിക്കാനുണ്ട്. മനുഷ്യന് കുറച്ച് ബുദ്ധി ഉണ്ടായാലും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. പൈസ വന്നു വെച്ചു പോക്കൃതരം വിളിച്ചു പറയുന്നത്. പോകുന്നില്ല.